നമസ്കാരം. ഈ സനാതന ധർമ്മ പദ്ധതി അത് നിലകൊള്ളുന്നത് സനാതന ധർമ്മം എന്ന സൗധം നിലകൊള്ളുന്നത് 4 വലിയ സ്തംഭങ്ങളിലാണ്. അതിലൊന്നാണ് തത്വമസി. പിന്നെ അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. ഈ 4 തൂണുകളിൽ മേലാണ് ഈ സൗധം നിലകൊള്ളുന്നത്. ഇതിൽ തന്നെ തത്വമസി വളരെ പ്രചാരമുള്ളൊരു കാര്യമാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. ഈ 4 മഹാവാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് തത്വമസിയാണ്. അതിൻ്റെ ഡയറക്റ്റ് മീനിങ് തത്, അത്, ത്വം, നീ, അസി, ആണ്, അത് നീയാണ്, അത് നീ തന്നെ എന്നുള്ളതാണ്. ദൈവവും മനുഷ്യനും ഒന്ന്, മനുഷ്യനും ദൈവവും ഒന്ന്, അങ്ങനെയും പറയാം. പക്ഷേ ഒരു വലുതായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അഥവാ വലുതായിട്ടുള്ളൊരു മനോവികാസം സാധിച്ചെടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൽപ്പന പെട്ടെന്ന് ഏറ്റുവാങ്ങാൻ കഴിയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു ഗ്രേറ്റർ ദാൻ ഗ്രേറ്റസ്റ്റ് എൻറ്റിറ്റിയാണ്. എവിടെയോ ഇരിക്കുന്ന, മേഘവാടികൾക്ക് മേലെ ഇരിക്കുന്ന, സ്വർഗത്തിലിരിക്കുന്ന എന്നൊക്കെയും പറയും. ദൈവം സൂര്യന് തുല്യമാണെങ്കിൽ അതിൻ്റെ കോടാനുകോടി രേണുക്കളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ. അങ്ങനെ സങ്കല്പിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ പാരമാർത്ഥിക രൂപത്തിൽ ചിന്തിക്കുന്നവർക്കറിയാം, ഈശ്വര ജീവ ഭാവന അത് രണ്ടല്ല എന്ന്. ജീവേശ്വര തത്വം, ജീവൻ ഈശ്വരൻ, അത് രണ്ടല്ല എന്ന്. ജീവേശ്വര ഐക്യ ഭാവന അത്തരം ആളുകളിൽ തപോധനന്മാരിലേക്കാണത് കയറി ചെല്ലുക. പറയുമ്പോൾ പറയാം, പക്ഷെ അതിൻ്റെ ഒരു ഉൾഭാവം, അതുമായിട്ട് ഒന്നായിത്തീരുന്ന ഭാവം, അവരെയാണ് തത്വവേത്താക്കൾ എന്ന് പറയുക. ഇവിടെ ഈ ഒരു കാര്യത്തെ മനുഷ്യ മനസ്സിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് പൂർവസൂരികൾ, ഋഷീശ്വരന്മാർ പലവിധ പദ്ധതികൾ കൊച്ചുകുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ പല ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ ഭൂമി ഒരു പന്ത് പോലെയാണ് എന്നൊരു ചെറിയൊരു പന്ത് കാണിക്കും. ആ പന്തിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ വസിക്കുന്നത്, ഈ ഭാഗത്താണ് അമേരിക്ക, ഈ ഭാഗത്ത് വെളിച്ചം, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടതാണ്. മെഴുകുതിരി കത്തിച്ചു വെച്ച് കണ്ടോ, ഇവിടെ വെളിച്ചം കണ്ടോ, അപ്പോൾ ഇവിടെ വെളിച്ചമില്ല. അപ്പോൾ ഭൂമി ഇങ്ങനെ തിരിഞ്ഞു വരും, അപ്പോൾ ഇവിടെ വെളിച്ചമില്ല, അവിടെ വെളിച്ചമുണ്ട് എന്നൊക്കെയും പറയുന്ന പോലെ, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ പല രൂപത്തിലും പല ഭാവത്തിലും പല ഉദാഹരണങ്ങളിലൂടെയും ഇത് എക്സ്പോസ്ഡ് ആക്കാൻ വേണ്ടി ഋഷീശ്വരന്മാർ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാവത്തിൽ ഒരു കൊച്ചുകുട്ടി ആ വഴിയിൽ പെടുന്ന ഒരു നായയെ കല്ലെടുത്തെറിയുന്നു. അപ്പം അമ്മ പറയുകയാണ്, എന്തിനാ മോനെ അതിനെ കല്ലെടുത്തെറിയുന്നത്, അതും ഈശ്വരൻ്റെ സൃഷ്ടിയല്ലേ. ഓക്കെ, കുട്ടിക്ക് സംശയമായി. ഈശ്വരൻ്റെ സൃഷ്ടി ആണ്, സമ്മതിച്ചു. പിന്നീട് അമ്മ പറയുന്നത്
അത് ഈശ്വരൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത്. അത് ഈശ്വരൻ സൃഷ്ടിച്ചു വിട്ടതല്ല, അത് ഈശ്വരൻ്റെ ഭാവമാണെന്ന് പറയുന്നു. പിന്നീട് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കുന്ന, മോനെ അതും ഈശ്വരനാണ് മോനെ എന്ന്. കുട്ടിക്കത് പിടികിട്ടുന്നില്ല. ഏതായാലും ആ ജീവനെ കല്ലെടുത്തെറിഞ്ഞ് ദ്രോഹിക്കുന്നത് അയാൾ നിർത്തിവെച്ചു. ഇങ്ങനെ പല രൂപത്തിലും ആചാര്യന്മാർ പല കഥകളിലൂടെയും ഈ സത്യത്തെ വെളിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൽ വളരെയധികം പ്രശസ്തമായിട്ടുള്ളൊരു കൽപ്പനയാണ്, ഉപനിഷത്ത് കൽപ്പനയാണ് ദ്വാസ് സുപർണ സൈജാ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദ്വത്തി അനശ്നന്യോ അപിചാ കശീതി. അതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ശങ്കരാചാര്യയ്ക്കും വളരെ ബൃഹത്തായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല. കേൾക്കാൻ നിങ്ങൾക്ക് ഒട്ടും കഴിയില്ല. കേൾക്കും, പക്ഷേ എത്ര സമയം കേൾക്കാൻ പറ്റും? ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്, ഉപനിഷത്ത് ശ്ലോകങ്ങൾ എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല ഉറക്കമായിരിക്കും. ചിലർ ഇങ്ങനെയാണ് ഇരിക്കുക, ശിവൻ്റെ കണ്ണുകൾ കണ്ടില്ല അങ്ങനെ. അത് ഗുരുക്കന്മാർ മുമ്പിലിരിക്കുമ്പോൾ ഉറങ്ങാനും വയ്യ, ഉറങ്ങാതിരിക്കാനും വയ്യ. ചിലവർ ചില കോർണറിൽ ചാരിയിരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതിരിക്കാൻ. എന്നിട്ട് പുസ്തകം മുമ്പിൽ വയ്ക്കും, എന്നിട്ട് തലയാണ് താഴ്ത്തും, പുസ്തകം നോക്കിയിരിക്കുകയാണ്. അത്രേ എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഭഗവത് കഥകൾ എളുപ്പമാണ്, പക്ഷെ ഭഗവത് തത്വം ഒട്ടും എളുപ്പമല്ല. ഇപ്പോൾ ചൊല്ലിയ ശ്ലോകത്തിന് വൃക്ഷ പക്ഷി കൽപ്പന എന്നാണ് പറയുക. വൃക്ഷത്തെയും പക്ഷികളെയും വെച്ചുകൊണ്ട് ഒരു കൽപ്പന, അതിലൂടെ തത്വമസി എന്ന സത്യത്തെ വെളിപാടാക്കുക. നമുക്കെല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്. എന്താണ്? എല്ലാവർക്കും ഇന്നത്തെ രീതിയിലല്ല, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോഴുള്ള പോലെ, ഇള്ളക്കുട്ടിയുടെ പോലെ തന്നെ അതല്ലല്ലോ ആഗ്രഹം. അതുകൊണ്ടാണ് കുട്ടി കുറച്ച് കഴിയുമ്പോൾ നമ്മളാരും പറയാതെ കമന്ന് കിടക്കുന്നത്, കമന്ന് കിടന്ന് നീന്തുന്നത്, അത് ഞാൻ മുട്ടുകാലുമേ അത് എഴുന്നേറ്റ് നിൽക്കുന്നത്, നടക്കാൻ പഠിക്കുന്നത്, ഓടാൻ പഠിക്കുന്നത്. പിന്നെ അവന് വാഹനങ്ങൾ വേണമെന്നായി, അവൻ പഠിക്കുന്നു, വലിയ ഉദ്യോഗസ്ഥനാകുന്നു. പിന്നെ അവൻ്റെ ലക്ഷ്യം മുഴുവൻ മേലോട്ട് 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 മേലോട്ടാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ബീജസ്യ വിത്ത് ബീജസ്യ വൃക്ഷം ഭവിതും. വിത്തിനൊരു മോഹം എന്താണ്? അഭിലാഷം എന്താണ്? വൃക്ഷം ഭവിതും അഭിലാഷ. വൃക്ഷമായി തീരാൻ മോഹിക്കുന്ന വിത്ത്. നിങ്ങൾ വിത്തിനെ എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും കുഴപ്പമില്ല, അവൻ കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വരും. കാരണം അവൻ്റെ അഭിലാഷമാണത്, എനിക്കതാകണം. അതാണ് ബീജത്തിൻ്റെ, ബീജസ്യ മീൻസ് ബീജത്തിൻ്റെ വൃക്ഷം ഭവിതും, വൃക്ഷമാകാനുള്ള അഭിലാഷം. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം നില ഉയർത്താൻ. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാണാം ഈ ഒരു മോഹം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് വൃക്ഷ പക്ഷി കൽപ്പന. എല്ലാവരുടെയും ഏറ്റവും വലിയ മോഹം എന്താണെന്ന് അറിയാമോ? ഒരു ലോകകോടീശ്വരൻ ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നു. അദ്ദേഹം ആശ്രമത്തിൽ വന്ന് ബിൽ ഗേറ്റ്, അദ്ദേഹം വളരെ സരസമായിട്ട് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മഹാകോടീശ്വരനാണ്, പക്ഷേ ഇനി എത്ര നാൾ അതെൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു, സന്യാസിമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ മരിക്കാതിരിക്കാനുള്ള സൂത്രം അവർ പറഞ്ഞു തരുമെന്ന്. മൃത്യുഞ്ജയ മന്ത്രം എന്ന സൂത്രം. അദ്ദേഹം ഇവിടെ വന്നു. സിമ്പിളാണ്, ഒറ്റ വരിയേ ഉള്ളൂ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഗമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃത ആത്. ഇത്രയേ ഉള്ളൂ. അതിലൂടെ അദ്ദേഹം പറഞ്ഞത് മരിക്കാതിരിക്കാനുള്ള സൂത്രം ഞാൻ മനസ്സിലാക്കി.
അതെന്താണത്? മരിക്കാതിരിക്കുന്ന ഒന്നിനെ കണ്ടെത്തുക, അതിനെ ബലമായി പിടിക്കുക, തന്നിലുള്ള ശിവത്തെ ബലമായി പിടിക്കുക. ഈ ശരീരത്തെ കൊണ്ടുപോകാൻ അവൻ വരുന്നത്. കയറുമായിട്ട് പോത്ത് പുറത്ത് വരുമല്ലോ കാലൻ. അവൻ എന്താ കൊണ്ടുപോകുക? ഈ ശരീരത്തെ. ഈ ശരീരത്തെ ഇത്രനാളും ത്രസിപ്പിച്ചിരുന്ന, അതിന് ജീവഭാവം നൽകിയിരുന്ന, ശവത്തിനെ ശിവമാക്കിയിരുന്ന ഒന്ന്, ആ ചൈതന്യത്തെ പിടിച്ചുകൊണ്ടുപോകാൻ ഏത് കാലനാണ് കഴിയുക? അതാരാലും ചോദ്യം ചെയ്യപ്പെടാതെ കാലങ്ങളെ മറികടന്ന് ആദ്യന്തരഹിതത്വത്തോടുകൂടി വാഴുന്ന ഒന്നാണ്. ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിനെ തേടാനുള്ള ശ്രമമായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മൾ മരിക്കുന്നു എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ വീഴ്ചയെയാണ്. ആ ശരീരത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരുന്ന, കാണിപ്പിച്ചു തന്നിരുന്ന, ഘ്രാണിപ്പിച്ചു തന്നിരുന്ന, കേൾപ്പിച്ചു തന്നിരുന്ന ആ പ്രജ്ഞാവിശേഷം അതെന്നും ഒരുപോലെ നിലകൊള്ളുന്നതാണ്. അപ്പോൾ നമ്മൾ കയറിപ്പിടിക്കേണ്ടത് എന്തിനെയാണ്? ആ പ്രജ്ഞാവിശേഷത്തെയാണ് എന്ന് സാരം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ഈ വൃക്ഷ പക്ഷി കൽപ്പന. മേലോട്ട് കയറിപ്പോയി നമ്മളിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെയും പറയല്ലോ, ബാക്കിയെല്ലാം തട്ടിത്തടഞ്ഞു പോകും. പക്ഷേ ഇതവിടെ ഇരിക്കും. ആ നിത്യനൈരന്തര്യ ഭാവമുള്ള ആ സത്യസങ്കേതത്തെ തേടിയിട്ട് പല വഴികളിലൂടെ പോകാം. അതിലൊന്നാണ് ഈ വൃക്ഷ പക്ഷി കൽപ്പന. ദ്വാസുപർണ സമാനം വൃക്ഷം. രണ്ട് പക്ഷികൾ ഒരേ വൃക്ഷത്തെ പരിഷസ്വജാതെ ആശ്രയിച്ചിരിക്കുകയാണ്. തയോഹോ അന്യഹ. അതിൽ തയോഹോ എന്ന് വെച്ചാൽ ആ രണ്ട് പേരിൽ എന്നാണ് അർത്ഥം. തയോഹോ അന്യഹ. അവയിലൊരു പക്ഷി സ്വാദു, നല്ല സ്വാദുള്ള പിപ്പലം, അത്തിവൃക്ഷത്തിൻ്റെ പഴം, പലരും പല വിധത്തിൽ പറയുന്നുണ്ട്, പിപ്പല ഫലത്തെ ഭക്ഷിക്കുന്നു. ഒരു തരം ആൽമരമാണ്. അന്യഹ മറ്റേ പക്ഷി അനശ്നൻ, ഭക്ഷിക്കാത്തവനായിട്ട് അഭിജാകശീതി, അതെങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. വളരെ ശാന്തസ്വരൂപിയായിട്ട്, കാണാനും നല്ല സൗന്ദര്യമുള്ള പക്ഷി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എഫൾജൻ്റാണ്, ഇങ്ങനെ ഒരു പച്ച വെളിച്ചം ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. സുഗന്ധവാഹിനിയാണ്. അദ്ദേഹം ഇരിക്കുന്നിടത്ത് മുഴുവൻ സുഗന്ധം പരക്കുന്നു. അദ്ദേഹം എവിടേക്കോ ഓടാനോ ചാടാനോ പറക്കാനോ വേവലാതിപ്പെടാനോ നിൽക്കുന്നില്ല. താഴെയുള്ള പക്ഷി അതേ സമയത്ത് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മേലെയുള്ള പക്ഷി ഇടയ്ക്ക് നോക്കുന്നുണ്ട്, അതാകാൻ മോഹമുണ്ടെന്ന് തോന്നുന്നു. രണ്ട് പക്ഷികളെക്കുറിച്ച് ഇതിൽ പറയുന്നത് അവ രണ്ടും ഒരേ ആത്മാവിൻ്റെ രണ്ട് ഭാവങ്ങളാണെന്നുള്ള സത്യം. ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ്, ശരീര മനോബുദ്ധി ഉപാധികളാണ്. ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സർവതോമുഖമായിട്ടുള്ള അഭിവൃദ്ധിയാണ് എൻ്റെ അഭിവൃദ്ധി. ഈ ശരീര മനോബുദ്ധി ഉപാധി അതിലൂടെ നമ്മൾ പരിച്ഛിന്നത്വം കാണുകയാണ്. ഈ കൈയാണ് ഞാൻ, ഈ കാലാണ് ഞാൻ, ഈ ശരീരമാണ് ഞാൻ. അത് കാണുന്ന സമയത്ത് ആ ശരീരത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആ ശരീരവൃത്തികളിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ മറ്റെന്തുമാകട്ടെ, അതിൻ്റെ ഫലം നുകർന്നുകൊണ്ട് ഇരിക്കുന്നതാണ് ജീവാത്മാവ്. ആത്മാവ് തന്നെയാണ് ജീവാത്മാവ്. നേരിട്ട് കാണുന്ന സമയത്ത് നമ്മളെ എന്തെങ്കിലും ഒരു വസ്തു, ഒരു സ്വർണ്ണമോതിരം, അത് നമ്മളിവിടെ വയ്ക്കുന്നു, ഒരു ഫലകത്തിൽ വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ നല്ല കണ്ടുകൊണ്ട് നേരിട്ട് നോക്കുന്ന സമയത്ത് നല്ല തിളക്കമുണ്ട്. ആ സമയത്ത് ഒരു കറുത്ത തിരശ്ശീല അവിടെ ഇട്ട് കഴിഞ്ഞാലോ അതെന്താണ് നമുക്കറിയില്ല. അതിൻ്റെ നിറം മാറും. കൃത്യമായിട്ട് നമുക്ക് കണ്ണുടെ ഇങ്ങനെയൊക്കെ നോക്കേണ്ടി വരും, അറിയില്ല. കാരണം എന്താണ്? അതിൻ്റെ മുമ്പിലൊരു തിരശ്ശീലയുണ്ട്. അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ആ സ്വർണം നമുക്ക് കാണാൻ കഴിയുമെന്ന് സാരം. കാർമേഘം വന്ന് മൂടുന്ന സമയത്ത് സൂര്യൻ മങ്ങിപ്പോകും. നമ്മളെന്താ പറയുക? സൂര്യൻ മങ്ങിപ്പോയി. സൂര്യൻ മങ്ങിപ്പോയിട്ടുണ്ടോ? സൂര്യൻ മങ്ങിപ്പോയതായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്നു. കാരണം എന്താണ്? കാർമേഘം വന്ന് മൂടുന്നത് കൊണ്ട്. ആ കാർമേഘം മാറിക്കഴിഞ്ഞാൽ, മനസ്സിലെ മാലിന്യങ്ങൾ മുഴുവൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ സൂര്യനെ
അത് എല്ലാ ശക്തിവിശേഷത്തോടും കൂടി നമ്മൾ ദർശിക്കാൻ തുടങ്ങുന്നു എന്ന് സാരം. ഇവിടെ ഈ ഒരു അറിവ് ജ്ഞാനപ്രവേശം നടത്തിയിട്ട് ഉപാധി നശിക്കുന്ന സമയത്ത് നിത്യശുദ്ധ മുക്ത സ്വഭാവനായിട്ടുള്ള പരമാത്മാവ്, ആ പരമാത്മാവായിട്ടും പ്രത്യക്ഷപ്പെടുന്നത് ഇതേ ജീവാത്മാവ് തന്നെയാണ് എന്ന് സാരം. വൃക്ഷം ശരീരം തന്നെയാണ്. അതിൽ 2 പക്ഷികൾ. വൃക്ഷം ഉണ്ടായി വളർന്ന് പടർന്ന് അത് പിന്നെ നശിക്കും, പൂധരിച്ച് വീട് നശിക്കും. ശരീരവും അതുപോലെയാണല്ലോ. ശരീരം ഉണ്ടാകുന്നു, അത് വളരുന്നു, വളർന്ന് പടർന്ന് പന്തലിക്കുന്നു, പിന്നെ അത് വീഴുന്നു, പിന്നെ അത് ഇല്ലാതായി മാറുന്നു. അവിടെ 2 പക്ഷികളാണ് വന്നിരിക്കുന്നത് ഈ ശരീരത്തിൽ, അഥവാ ഈ മരത്തിൻ്റെ മേലെ. രണ്ടുപേരുടെയും ഭാവം ഒന്നാണ്. 2 പേരും പക്ഷികളാണല്ലോ. അവരൊന്നിച്ചിരിക്കുന്നവരുമാണ്. അവർ തമ്മിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്ന്, അവിദ്യാവശകതനായതുകൊണ്ട് കാമകർമ്മങ്ങൾക്ക് അധീനനായി ആ വൃക്ഷത്തിൻ്റെ ഫലങ്ങളെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ആ വൃക്ഷത്തിൻ്റെ ഫലങ്ങളെ അനുഭവിക്കുന്നു. ചില ഫലങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് കെട്ട ഫലങ്ങളായിരിക്കും, അതിനകത്ത് പുഴുക്കളുണ്ടായിരിക്കും, അത് ചീഞ്ഞതായിരിക്കും. അപ്പോൾ അത് സുഖമല്ല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുക, ദുഃഖം പ്രദാനം ചെയ്യുന്നു. മറ്റു ചില ഫലങ്ങൾ നല്ല അത് നല്ല ഫലങ്ങളായിരിക്കാം, അത് സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ഈ ദേഹത്തിലുളവാകുന്ന സുഖ ദുഃഖ സ്വരൂപങ്ങളായിട്ടുള്ള കർമ്മഫലങ്ങളെ അത് അനുഭവിക്കുന്നു എന്ന് സാരം. എന്നും കുന്നോളം എന്ന് പറയാറില്ലല്ലോ, എന്ന് പറയാറുണ്ട്. എന്നിട്ട് പറയും അങ്ങനെ വരില്ല. എന്നും കാര്യങ്ങൾ കുന്നോളമല്ല. ഇന്ന് വരും നാളെ പോകും. ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ടാകും, ഒരു ദുഃഖത്തിനൊരു സുഖമുണ്ടാകും. എന്നും ഒരേപോലെ ഇരിക്കില്ല എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആയതുകൊണ്ട് തന്നെ സുഖ ദെൻ ദുഃഖ, ദെൻ ദുഃഖ ദെൻ സുഖ, അതാണ് സുഖ ദുഃഖ സ്വരൂപങ്ങളായിട്ടുള്ള കർമ്മഫലങ്ങൾ. മറ്റേ പക്ഷി അതിനറിയാം, ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകമൊന്നും ശാശ്വതമല്ല. ഈ ശരീരവും ശാശ്വതമല്ല. ഈ ശരീരവും ഓരോ ദിവസവും നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന നിമിഷം മുതൽ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കോശങ്ങൾ ഓരോന്ന് വീണ് പോകുന്നു, നമ്മൾ അറിയുന്നില്ല. 10 വർഷത്തെ വ്യത്യാസത്തിൽ നമ്മളുടെ ഫോട്ടോ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു തോന്നലുണ്ടാവും, എന്താണ്, മാറിപ്പോയി. എൻ്റെ സ്കൂളിൽ പോയി അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിങ്ങളുടെ രൂപം ഒരു പക്ഷെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അതിനകത്തൊരു ചിടുങ്ങൻ പയ്യൻ ഇപ്പോൾ നോക്കുന്നത് ഇതിലേതാ ഞാൻ പിടുത്തം കിട്ടില്ല, അത്രയും മാറിപ്പോയി. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നാളത്തെ അവസ്ഥയിലേക്കുള്ള മാറ്റം ഒരു പക്ഷെ നമുക്ക് പിടികിട്ടില്ല. അത് വലിയൊരു മാറ്റമല്ലാത്തതുകൊണ്ട്, ക്രമാനുഗതമായിട്ടുള്ള മാറ്റമായതുകൊണ്ട്. പക്ഷെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെപ്പോഴും നിത്യസന്നിഹിതവും മൃത്യുവും, എപ്പോഴും മൃത്യുവിൻ്റെ പ്രസൻസ് എപ്പോഴും നമ്മുടെ പുറകിലുണ്ട്. ജനിച്ച നിമിഷം മുതൽ മൃത്യു നമ്മളുടെ പുറകിലുണ്ട് എന്നർത്ഥം. അത് പരിപൂർണമാകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ചലനവിശേഷങ്ങൾ, ഇന്ദ്രിയ വിശേഷങ്ങൾ പരിപൂർണമായിട്ട് അതിൻ്റെ പ്രജ്ഞ കൈവിടുമ്പോൾ മാത്രം നമ്മൾ മരിച്ചു എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെന്നും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. ഏതായാലും ആ ഒരു വിദ്യ, ആ ഒരു അറിവ്, ഈ കാണുന്നതും ഈ കേൾക്കുന്നതും ഈ അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഈ പ്രപഞ്ചം, അതൊരു ഭൂതഗ്രാമമാണ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അത് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു കാലം കഴിയുമ്പോൾ അത് വിടർന്നു പോകും, അത് കൊഴിഞ്ഞു പോകും. ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ശാശ്വതത്വം കാണാൻ കഴിയില്ല. അതിന് ശാശ്വതത്വം കാണുന്നവരാണ് ഈ ശരീരത്തെ കെട്ടിപ്പിടിച്ചിരുന്ന് ജീവിക്കുന്നവർ. ധൃതം രാഷ്ട്രം യേന സഹ ഇതി ധൃതരാഷ്ട്ര. ആരാണോ കടമെടുത്തിട്ടുള്ള ഈ ശരീരത്തെ, അതാണ് പരിപൂർണമെന്ന് കരുതിയിട്ട് അതിനെ കാലങ്ങൾക്കപ്പുറം കൊണ്ടുപോകാൻ, മരണമില്ലാത്തൊരു സത്വമാക്കി മാറ്റാൻ വേണ്ടി അതിനെ പരിപാലിച്ചുകൊണ്ട് ജന്മം കൊടുക്കുന്നത് അയാളാണ് കണ്ണില്ലാത്തവൻ, അയാൾ അന്ധൻ, കാണേണ്ടത് കാണുന്നില്ല എന്ന് സാരം. അതേസമയത്ത് അറിവുള്ളവൻ, വിദ്യയുള്ളവൻ എന്ത് മനസ്സിലാക്കുന്നു? ഈ ശരീര മനോബുദ്ധികളല്ല സത്യം. അത് ഒരായുധമാണ്, പരമസത്യത്തെ കണ്ടെത്താനുള്ള ഒരു ആയുധം മാത്രമാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു എന്നർത്ഥം. അവിദ്യയ്ക്ക് അതീതനായിട്ടുള്ള വ്യക്തി, അവരെയാണ് നമ്മൾ സത്തുക്കൾ എന്നൊക്കെയും പറയുന്നത്.
അവർ കർമ്മഫലങ്ങളിൽ മോഹിതനാകാതെ, ഇന്ന് വന്ന സമയത്ത് അമ്പമ്പോ, പോയ സമയത്ത് അയ്യയ്യോ എന്ന് പറയാതെ, അതിൽ നിന്ന് മോഹിതനാകാതെ അസക്തനായിട്ട് സാക്ഷി മാത്ര സ്വരൂപനായിട്ടിരിക്കുന്നു. ആ സാക്ഷി മാത്ര സ്വരൂപനാണ് പരമാത്മാവ്. ഇനി നമുക്ക് നമ്മളുടെ അല്പമാത്രമായിരിക്കുന്ന വിചാരഭൂമികയിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. നമ്മൾ പറയാറുണ്ട്, നന്നായിട്ട് പഠിക്കണം, അതാണ് സന്തോഷത്തിന് നിദാനം. കൽവി, എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞാലോ ശെൽവം, ഒരുപാട് സമ്പത്തുണ്ടാക്കണം, ലോകത്തു നിന്നുള്ള ദ്രവ്യങ്ങൾ മുഴുവൻ സമാഹരിക്കണം. വീരം, ഹെൽത്ത്, അതും വലിയൊരു കാര്യമാണ്. ഇത്രയായി കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി. ഒരുപാട് എഡ്യൂക്കേഷനുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നില്ലേ? എന്താ കാരണം? അവരുടെ സന്തോഷത്തിന് എന്തോ ഭംഗം വന്നു. ഒരുപാട് എഡ്യൂക്കേഷൻ ഉണ്ടായാൽ ഒരുപാട് വലിയ ജോലി കിട്ടും, ഒരുപാട് പണമുണ്ടാക്കാൻ പറ്റും. നിറയെ പണമുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നില്ലേ? എന്താ കാരണം? പണം കൊണ്ടും നേടാൻ കഴിയാത്ത ഒന്നുണ്ട്, സന്തോഷം നേടാൻ പറ്റുന്നില്ല. നല്ല ആരോഗ്യമുള്ള ആളുകൾ അവരും ജീവൻ വെടിയുന്നില്ലേ സ്വയം? കാരണം എന്താണ്? സന്തോഷമില്ലായ്മ. അപ്പോൾ അതിന് മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക? കൽവി ഇരിക്കത്, ശെൽവം ഇരിക്കത്, വീരം ഇരിക്കത്. ഇത് മൂന്നുമുണ്ട്. എഡ്യൂക്കേഷൻ വൈസ്, മണി പവർ വൈസ് ആൻഡ് ഹെൽത്ത് വൈസ്, എവറിത്തിങ് ഈസ് ഓക്കെ. ബട്ട് நிம்மதி மட்டும் கிடையாது. there is no peace of mind. ഒരു ചെറിയ തുണ്ട് മനസ്സമാധാനമില്ല എന്ന് സാരം. പൂർണ്ണ സുഖത്തെ, സന്തോഷത്തെ തരുന്നില്ല എന്ന് സാരം. ഇവിടെ നിന്നാണ് നമ്മളുടെ ചിന്തകൾ ഉയരേണ്ടത്. എന്താണ് ഇതിന് കാരണം? അപ്പോൾ സന്തോഷം എവിടെയാണെന്നൊരു ചോദ്യമുണ്ട്. പണത്തിലല്ല സന്തോഷമെങ്കിൽ, ആരോഗ്യത്തിലല്ല സന്തോഷമെങ്കിൽ, വിദ്യാഭ്യാസത്തിലല്ല സന്തോഷമെങ്കിൽ, പിന്നെ എവിടെയാണ് സന്തോഷം? അതേക്കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല. എന്നാലും നമുക്ക് നമ്മളെ തേടൽ അതാണല്ലോ. ദൈവം വന്ന് ചോദിക്കുക, നിനക്ക് എന്താ വേണ്ടത്? കുറേ വിദ്യാഭ്യാസം വേണോ? അതിനുള്ള തലമണ്ട വേണോ? അതോ നിനക്ക് ഒരുപാട് ധനം അത് വേണോ? ഒരുപാട് ആരോഗ്യം അത് വേണോ? അപ്പോഴും ഇയാൾ മിണ്ടാതിരിക്കുക. അവസാനം ചോദിച്ചു, അതോ ഇതൊന്നും അല്ലാതെ നിനക്ക് സമാധാനം വേണോ? ബുദ്ധിയുള്ളവൻ പറയും, എനിക്കത് മതി, നിമ്മതി മട്ടും പോതും കടവുളേ എന്ന്. അതിനുള്ള മാർഗം എന്താണെന്നുള്ളതാണ്. നമ്മളായിട്ട് ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത്. നിങ്ങളെ തന്നെ ഉയർത്തുക. നിങ്ങളുടെ വഴി തടയാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. നിങ്ങളൊരു വഴി കണ്ടെത്തി ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വഴി തടയാൻ നിങ്ങൾക്കേ കഴിയൂ. നിങ്ങൾക്കേ വഴി മാറി സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ചീത്ത വഴിയിൽ നിന്ന് നല്ല വഴിയിലേക്കും, നല്ല വഴിയിൽ നിന്ന് ചീത്ത വഴിക്ക് സഞ്ചരിക്കാൻ നിങ്ങൾക്കേ കഴിയുള്ളൂ. ഓക്കെ, താഴെ ഇരിക്കുന്ന പക്ഷി, വെപ്രാളപ്പെട്ടിരിക്കുന്ന പക്ഷി, അതിൻ്റെ കുറേ തൂലുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, ക്ഷീണിതനാണ്. പറന്നു പോയിട്ട് അതിൻ്റെ ഇര തേടി പിടിച്ച് കൊണ്ടുവരും. അതിനൊരു കൊച്ചു കൂടൊക്കെ ഉണ്ട്, വേവലാദികൾ നിറയെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ മേലെ കൊമ്പത്തിരിക്കുന്ന ഒരു പക്ഷിയെ കാണുകയാണ്. ആ പക്ഷി വെറുതെ ഇരിക്കുകയാണ്. മന്ദസ്മിതം പൊഴിച്ചിരിക്കുന്ന ഒരു മഹാനുഭാവൻ. അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഹൈലി എഫൾജൻ്റാണ്, ഒരു ഇളം പച്ച നിറം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല അത് സുഗന്ധവാഹിനിയാണ്, മനോഹരനാണ് ആ പക്ഷി. ഈ പക്ഷിയെ നോക്കിയിട്ട് ഈ താഴെയുള്ള പക്ഷി, ഞാൻ ഇത്രമാത്രം അധ്വാനിച്ചതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു സന്തോഷമില്ലല്ലോ ഭഗവാനെ. അതേ സമയത്ത് അവിടെ കണ്ടല്ലോ ആ പക്ഷി, അങ്ങനെ എന്താ മാർഗം? പിന്നെ അവൻ ശ്രമിക്കുകയാണ്, ആ പക്ഷിയാകാനുള്ള ശ്രമം. ഈ കൂട് എടുത്ത് അടുത്ത ചില്ലയിൽ വെക്കണം, അതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഈ കൂട് അടുത്ത ചില്ലയിൽ വെച്ചു. അങ്ങനെ മേലോട്ട് കയറിപ്പോകാനുള്ള ശ്രമമാണ് താഴെയുള്ള പക്ഷിയുടെ. എല്ലാം സമ്പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഭൗതിക സൗകര്യങ്ങൾക്കപ്പുറം ഇതൊന്നും സൗകര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, പക്ഷെ അത് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നില്ല എന്ന് ഓരോന്ന് സമ്പാദിക്കുമ്പോഴും ആ ഒരുവൻ മനസ്സിലാക്കുകയാണ്.
കൽവി സന്തോഷത്തിന് വേണ്ടിയല്ല എന്നും അത് പ്രദാനം ചെയ്യുന്നത്. സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല. ശെൽവം സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല. വീരം അത് സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല. അപ്പോൾ സന്തോഷം കിട്ടാക്കനിയായി തുടരുകയാണ്. ആയതുകൊണ്ട് തന്നെ സന്തോഷ സ്വരൂപനായിരിക്കുന്ന ആ പക്ഷിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒന്നിനും ഉപദേശം കിട്ടും. അല്ലെങ്കിൽ അവിടെ ചെന്ന് എത്തിക്കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ആകും. ആ പക്ഷി അങ്ങനെ കരുതി. അങ്ങനെ അതിൻ്റെ കർമ്മ പദ്ധതി ആരംഭിക്കുകയാണ്. ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക് കയറി. പിന്നൊരു കാലം അപ്പോഴും അധ്വാനമാണ്. അടുത്ത ചില്ലയിൽ കയറാൻ, പിന്നത്തെ ചില്ലയിൽ കയറാൻ, പിന്നത്തെ ചില്ലയിൽ കയറാൻ. ഇങ്ങനെ ഓരോ അധ്വാനവും വലിയൊരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആ അങ്ങേയറ്റത്തുള്ള കൊമ്പിന്മേലെത്തണം. അവിടെ ആ പക്ഷിയുടെ അടുത്തുള്ളൊരു കൂടിൽ ഇരിക്കണം. ആ പക്ഷിയുമായിട്ടുള്ള സംസർഗം കൊണ്ട് ആ പക്ഷിയുടെ ഗുണഗണങ്ങളെ ആവാഹിച്ചെടുക്കണം. ഇതൊക്കെയാണ് താഴെയുള്ള പക്ഷിയുടെ മോഹം. ഏതായാലും ഒരു ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞു. ഇനി അവിടേക്ക് എത്താനുള്ള ശ്രമമാണ്. പതുക്കെ 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 അയാൾ ഉയരാൻ തുടങ്ങി. അയാളുടെ ചിന്താ പദ്ധതികൾ ഉയർത്താൻ തുടങ്ങി. അതിനനുരൂപമായിട്ടുള്ള കർമ്മ പദ്ധതികളെ ആവിഷ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിൽ, പിന്നത്തെ കൊമ്പിൽ, ഇനി ഒരു കൊമ്പും കൂടിയേ ബാക്കിയുള്ളൂ കേട്ടോ. ആ ഒരു കൊമ്പും കൂടി കയറിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ പക്ഷി മേലോട്ട് നോക്കുക, ഈശ്വര ദേ ഞാൻ അടുത്തെത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും ഈ പക്ഷിയുടെ ഭാവങ്ങൾ മാറി. വല്ലാത്ത വേവലാതികളൊന്നുമില്ല. അതൊന്നും പക്ഷി അറിയുന്നില്ല. അയാളുടെ അധ്വാനം കൊണ്ട് അയാളിൽ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു കൊമ്പിൻ്റെ മേലെ കൂടിയാണ് കയറിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൂട് വെച്ച് കഴിഞ്ഞാൽ ആ പക്ഷിയുടെ ഒപ്പം എത്തി. അങ്ങനെ അതിനുള്ള ശ്രമം ആരംഭിച്ചു. കാലം കഴിഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ഈ പക്ഷി ഏറ്റവും മേലത്തെ കൊമ്പുമ്പിലേക്ക് ചാടിക്കയറി. ആ പഴയ മുമ്പ് പറഞ്ഞ പോലെ അതിൽ എഫലൻജൻ്റ് ആയിട്ടുള്ള ആ പക്ഷി ഇരിക്കുന്ന ആ കൊമ്പിലേക്ക് ചാടിക്കയറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കർമ്മ പദ്ധതി വിജയം ഭവിച്ചു. വിജയം നേടി. പക്ഷെ എന്തുണ്ടായെന്നറിയാമോ? അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അധ്വാനം അതിലെ ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം കണ്ണു തുറന്നു ആ പക്ഷിയെ കാണാൻ. അവിടെ ആ പക്ഷിയെ കണ്ടില്ല. പിന്നോട്ട് നോക്കി, തിരികെ കൂടുതൽ മതപൂർണ്ണം രണ്ട് വശങ്ങളിലേക്ക് നോക്കി, മേലോട്ട് നോക്കി, താഴോട്ട് നോക്കി. ആ പക്ഷിയൊന്നും അവിടെ ഇല്ല. ആ കൊമ്പിൽ ആ പക്ഷിയില്ല, കാണാനില്ല. പക്ഷേ താഴോട്ട് നോക്കിയപ്പോൾ ഒന്ന് കണ്ടു. താഴെ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. വേവലാതിപ്പെട്ടിരിക്കുന്ന പക്ഷിയോ അങ്ങ് താഴെ 10-12 ചില്ലകൾക്ക് താഴെ. അത് അങ്ങോട്ട് പറക്കുന്നു, ഇങ്ങോട്ട് പറക്കുന്നു. അതിൻ്റെ ഇടയിൽ മേലോട്ട് നോക്കുന്നു, തന്നെ നോക്കുന്നു. തന്നെയാണ് നോക്കുന്നത്. അത് നോക്കുമ്പോൾ അതിനൊരു ആശ്വാസം. അത് മേലോട്ട് കയറി വരാനുള്ള ശ്രമം നടത്തുന്നു. ആ സമയത്താണ് ഈ മേലോട്ട് കയറി അവിടെ എത്തിയ പക്ഷി തന്നിലേക്ക് തിരിയുന്നത്. അയ്യോ, താൻ ഏതൊരു പക്ഷിയാകാനാണോ കൊതിച്ചത് ആ പക്ഷിയായി തീർന്നല്ലോ ഞാൻ എന്നത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ജീവാത്മാവ് അതിൻ്റെ ഉപാധികളെ മുഴുവൻ മാറ്റി ഉയർന്ന ചിന്താപ്രരൂപത്തെ മനസ്സിലേക്ക് കയറ്റി അതിനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള തപസ് അതും അനുഷ്ഠിച്ചു. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. അതൊരു സങ്കേതം, ഒരു സ്ഥാനം മാത്രമാണ്. താഴെ കണ്ടപ്പോൾ അവിടെ ഒരു പക്ഷിയെ കണ്ടു. ഇപ്പോഴെന്താ ആ പക്ഷി താൻ തന്നെയായിട്ട് മാറി എന്നത് മനസ്സിലാക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ ഈ വൃക്ഷ പക്ഷി കൽപ്പന. ജീവാത്മാവ് തൻ്റെ ഉപാധികളെ നശിപ്പിച്ച് തൻ്റെ ശരീര മനോബുദ്ധി ഉപാധികൾ അതിനപ്പുറം അതിനെ നിലനിർത്തുന്ന പ്രജ്ഞാസ്വരൂപനാണ് താൻ എന്നറിയുമ്പോൾ അതായിട്ട് മാറുന്നൊരവസ്ഥ. അവിടെ പിന്നെ ശരീര മനോബുദ്ധി ഉപാധികളിൽ നിന്നുണ്ടാകുന്ന സുഖവും ദുഃഖവും അയാളെ വേദനിപ്പിക്കുന്നില്ല. അയാൾ ഒരർത്ഥത്തിൽ നിശ്ചേഷ്ടനായി മാറിക്കഴിഞ്ഞു. എല്ലാത്തിനും സാക്ഷി സ്വരൂപനായി മാറിക്കഴിഞ്ഞു. കാർമേഘമകന്നാൽ നിത്യസത്യസ്വരൂപനായിട്ടുള്ള സൂര്യൻ നമ്മുടെ മുമ്പിൽ തെളിയുന്നു. പ്രമാണബുദ്ധിയാൽ ഗുരുകൃപയാൽ അജ്ഞാനം നീങ്ങുമ്പോൾ സ്വസ്വരൂപജ്ഞാനം ലഭിക്കുന്നു. അത് തന്നെയാണ് ഈശ്വര ദർശനം. ശംഭോ മഹാദേവ.